തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്താളുകളിൽ അടയാളപ്പെടുത്തിയ വേറിട്ട രാഷ്ട്രീയ മുഖമായിരുന്നു ജയലളിത. തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ് ജനതയുടെ അമ്മയുമായി നിലകൊണ്ട ജയലളിത 6 തവണ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ് ജനതയുടെ അമ്മയുമായി നിലകൊണ്ട ജയലളിത 6 തവണ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. തമിഴകത്തെ മാറ്റിമറിച്ച തീയിൽ കുരുത്ത ജയലളിതയ്ക്കെതിരെ നിരവധി കേസുകളും തലപൊക്കിയിരുന്നു. 1991-96 കാലഘട്ടത്തിൽ തന്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തതിന് ആദ്യം ശിക്ഷിക്കപ്പെട്ടു. 1996 തന്റെ വളർത്തുമകന്റെ ആഡംബര വിവാഹത്തിനായി ചെലവഴിച്ചതും 66.65 കോടിയിൽ കൂടുതൽ സ്വത്തുക്കൾ സമ്പാദിച്ചതും ആഭരണങ്ങൾ, പണനിക്ഷേപങ്ങൾ, ആഡംബര കാറുകളുടെ ഒരു കൂട്ടം എന്നിവ സമ്പാദിച്ചതും ഇതിലെ ചില ആരോപണങ്ങളാണ്. ഇപ്പോൾ ആദായനികുതി കുടിശ്ശിക അടച്ചില്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വേദനിലയമടക്കമുള്ള വീടുകളും സ്വത്തുക്കളും ജപ്തി ചെയ്യുമെന്നാണ് ആദായനികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നികുതി കുടിശ്ശിക ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്ത ജയയുടെ സഹോദരി പുത്രിയും അനന്തരാവകാശിയുമായ ജയദീപൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. കുടിശ്ശികയും പലിശയും സഹിതം 20 കോടി രൂപ ദീപയും സഹോദരൻ ദീപക്കും ചേർന്ന് അടയ്ക്കണം. നിയമപരമായ അവകാശികളിൽ ഒരാളായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദീപക് ഇതിനകം തന്നെ 1.17 കോടി രൂപ നൽകിയിട്ടുണ്ട്. 36 കോടി രൂപയായിരുന്നു നികുതിയായി ആദ്യം ഇരുവരിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നത്. ഇത് പിന്നീട് 13 കോടിയായി കുറച്ചു. നോട്ടീസുകളിലെ തുകയുടെ വ്യത്യാസം ചോദ്യം ചെയ്തും കൃത്യമായ തുക അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദീപ കോടതിയെ സമീപിച്ചത്. ദീപയുടെ വാദം 18-നാണ് കേൾക്കുക. ജയയുടെ മൊത്തം സ്വത്തുക്കൾക്ക് 600 കോടിയിലേറെ രൂപയുടെ മൂല്യമാണുള്ളത്. കോടതി ശിക്ഷയുടെ പേരിൽ ഒരു മുഖ്യമന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്ന ഇന്ത്യയിലെ ആദ്യ കേസ് ജയലളിതയ്ക്കെതിരെയാണ്. ഒടുവിൽ 2015 മെയ് മാസത്തിൽ അവരുടെ ശിക്ഷ റദ്ദാക്കപ്പെട്ടു. എല്ലാ കുറ്റങ്ങളിൽ നിന്നും അവർ കുറ്റവിമുക്തയായി. 2017 സുപ്രീം കോടതി കേസ് പരിശോധിക്കുന്നതിന് മുൻപ് അവർ മരിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിതയ്ക്ക് പുറമെ സുഹൃത്ത് ശശികലയുടെ ബന്ധുക്കളായ ഇളവരശി, സുധാകരൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രധാന പ്രതികൾ. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് രാജിവെക്കേണ്ടി വന്നെങ്കിലും അധികാരം കിട്ടിയപ്പോഴെല്ലാം ഭരണവും പകയും ശപഥവും ഒരുപോലെ വീട്ടിയ നേതാവാണ് ജയലളിത. ഒരു പെണ്ണിന് നേടാൻ കഴിയുന്ന എല്ലാ ഉയർച്ചകളും എല്ലാ വീഴ്ചകളും അനുഭവിച്ച രാഷ്ട്രീയ ജീവിതമായിരുന്നു ജയലളിതയുടേത്. മരണത്തിലേക്ക് നീങ്ങിയപ്പോഴും കേസിന്റെ സങ്കീർണതകൾ ജയലളിതയെ വേട്ടയാടിയിരുന്നു.